പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രിയൻ പൊന്മുഖം ആശയോടെ കാണുവാൻ പറന്നു പോകും. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന 20-ാം വാക്യം വായിക്കുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. The soul whose sins shall die, the son shall not bear the guilt of the father, nor the father bear the guilt of the son. The righteousness of the righteous shall be upon himself, and the wickedness of the wicked shall be upon himself. ബാബിലോണിൽ അടിമത്തത്തിലായിരിക്കുന്ന യഹൂദ ജനങ്ങളോടാണ് യഹോവയുടെ ഈ അരുളപ്പാടുകൾ അറിയിക്കുന്നത്. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തമാണ് ഇന്നത്തെ തലമുറ ദുരിതങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഈ ജനം വിശ്വസിച്ചിരുന്നു. ഈ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുകയാണ് പ്രവാചകൻ. വ്യക്തിഗത ഉത്തരവാദിത്വത്തിന്റെ തത്വം മനസ്സിലാക്കി കൊടുക്കുന്നു. ഓരോ വ്യക്തിയും അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാണ്. സാരാംശത്തിൽ നീതിയും തിന്മയും ഓരോ വ്യക്തികളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നു. ഒരാൾ മറ്റൊരാളുടെ അകൃത്യം വഹിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുന്നു. ഈ പഠിപ്പിക്കൽ ദൈവത്തിന്റെ നീതിയെയും പരമാധികാരത്തെയും ഊന്നിപ്പറയുന്നു. അനുഗ്രഹങ്ങളും ശാപങ്ങളും വന്നു ഭവിക്കുന്നത് ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിന്റെ പരിണിത ഫലമാണെന്നുള്ളതിന് അടിവരയിടുന്നു. ഇത് ഇസ്രായേൽ ജനത്തിന് മാത്രമുള്ള തത്വമല്ല. എന്നെന്നും ജീവിക്കുന്ന ജനങ്ങൾക്ക് ഈ തത്വം ബാധകമാകുന്നു. ഓരോ മനുഷ്യനും അവരവരുടെ പാതകൾ തിരഞ്ഞെടുക്കുവാനും തൽഫലമായി വന്നു ഭവിക്കുന്ന അനന്തര ഫലങ്ങൾ അഭിമുഖീകരിക്കുവാനും അവസരമുണ്ട്. തുടർന്ന് വായിക്കുന്നത്, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ അല്പം പോലും താല്പര്യമില്ലാത്ത ദൈവം ദുഷ്ടൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് നീതിമാനായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ശാരീരികമായ ഒരു മരണത്തെക്കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേഹി അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 നിത്യതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് നിത്യജീവനും മറ്റൊന്ന് നിത്യദണ്ഡനവുമാകുന്നു. മനുഷ്യന്റെ ആത്മാവ് ഈ 2 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നെത്തും. നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് എവിടെ ചെന്നെത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. റോമർ 6:23 പൗലോസ് പറഞ്ഞിരിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവനാകുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം മനുഷ്യർ നീതിമാന്മാരായി ജീവിക്കുവാനും മനുഷ്യന്റെ ആത്മാവ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ദൈവകൃപ ദൈവം ഓരോ മനുഷ്യർക്കും ദാനം ചെയ്തിരിക്കുന്നു. അപ്പന് മകന്റെ ആത്മാവിനെയോ മകന് അപ്പന്റെ ആത്മാവിനെയോ ഈ പ്രക്രിയയിൽ വിധേയപ്പെടുത്തുവാൻ കഴിയുകയില്ല. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. 2 കൊരിന്ത്യർ 5:10 പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ ദേഹിയെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട നിത്യജീവൻ പ്രാപിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.